ഇത്രയും കമ്പ്യൂട്ടറൈസേഷൻ വന്ന സ്ഥിതിക്ക് അത്ര ആളിൻ്റെ ആവശ്യമില്ല. KSRTC ലോൺ എടുത്താണ് ശമ്പളം കൊടുക്കുന്നത്. ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകണ്ടേ? ഒരു ചരട് കെട്ടിയിട്ട് അതിൻ്റെ കൂടെ സർക്കസ് നടക്കുകയാണ്. അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കണമെങ്കിൽ പലിശ, അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് 76 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുകയാണ്. ഈ 76 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിന്റെ പലിശ ഒരു മാസം ശരാശരി 50 ലക്ഷം രൂപ വരും, ഏറ്റവും കുറഞ്ഞത്. ഈ 50 ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടാണ്, ഇത് സർക്കാർ തരുന്നില്ല, KSRTC വരുമാനത്തിന് എടുക്കുകയാണ്. ഈ 50 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ശമ്പളം കൊടുക്കുക. ശമ്പളം 1-ാം തീയതി കൊടുക്കണ്ടെങ്കിൽ എല്ലാം ഓക്കെ. ഈ ഓവർ ഡ്രാഫ്റ്റ് ഓടിയിട്ട് ഈ 50 ലക്ഷം രൂപ ശമ്പളം എടുത്തിട്ടാണ് പലിശ എടുത്തിട്ടാണ്. അപ്പൊ ആ പലിശ എടുക്കുന്ന പണം എവിടെ നിന്ന് വരുന്നു? വരുമാനം വർദ്ധിച്ചാൽ വരില്ല. എവിടെങ്കിലുമൊക്കെ ചെലവ് കുറയ്ക്കണം. അനാവശ്യമായ എല്ലാ ചെലവും വെട്ടി കുറയ്ക്കാം. ആ വെട്ടി കുറച്ചുകൊണ്ട് മാക്സിമം വണ്ടി ഓടിച്ച് ഏറ്റവും ഡെഡ് മൈലേജ് ഒഴിവാക്കി ആ പിടിക്കുന്ന പൈസ എവിടെ നിന്നൊക്കെ കറണ്ട് ചാർജ്. ഞാനിപ്പം ബഹുമാനപ്പെട്ട എല്ലാ MP-മാർക്കും കത്ത് തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഒപ്പിട്ടു ഇന്നലെ. അവർക്ക് അയക്കുകയാണ്. എന്താണ് ഈ എല്ലായിടത്തും സോളാർ പാനൽ വെക്കാൻ വേണ്ടി അവർ MP ഫണ്ട് തരണമെന്നാണ് എല്ലാ ലോകസഭ രാജ്യസഭ MP-മാർക്കും ഞാൻ കത്ത് അയക്കുകയാണ്. കത്ത് റെഡിയായി, ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നും നാളെയൊക്കെ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അവരെ ഇപ്പം MLA-മാർ തന്നതുപോലെ അവർ സോളാർ വയ്ക്കാൻ പണം തന്നാൽ കോടിക്കണക്കിന് രൂപ വൈദ്യുതി ലാഭിക്കാം. ആ വൈദ്യുതി ലാഭിക്കുമ്പോൾ ആ പണമൊക്കെയാണ് ഈ പലിശ കൊടുക്കുന്നത്. ഇപ്പം 150 വരെ പിരിച്ചു വിട്ടുമെന്ന് പറയുന്നു. അവരെ ശമ്പളം തന്നെ 28-30 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും ക്യാമറ വയ്ക്കുകയാണ്. ക്യാമറ വെച്ച് കഴിയുമ്പോൾ അനാവശ്യമായ സെക്യൂരിറ്റിക്കാർ ആവശ്യമില്ല. എല്ലാ മുക്കിലും മൂലയിലും ക്യാമറ വയ്ക്കുകയാണ്. അപ്പം പിന്നെ സെക്യൂരിറ്റിക്കാരോട് വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ക്യാമറയുടെ വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ആക്സിഡന്റിലും മറ്റും കാലൊക്കെ പോയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ട്. അവരവിടെ ഇരുന്ന് വാച്ച് ചെയ്യും. അപ്പോൾ അവർക്ക് ശമ്പളവും കിട്ടും, നമ്മളെ ജോലിയും നടക്കും. അല്ലാതെ ഇപ്പോൾ ഏത് വാച്ചറാണ് ഒരാളെ പിടിച്ചു മാറ്റുന്ന അടിയും വാങ്ങിക്കും. നമ്മളെന്താണെങ്കിൽ പോലീസിന് വിളിക്കുക, പോലീസ് വരും. അത് ഇരിക്കുന്ന ആൾ മതി. TV-യിൽ ഒരു മോശമായ കാഴ്ച കണ്ടു, ഉടൻ പോലീസിനെ വിളിക്കുക. പോലീസ് വന്നത് കൈകാര്യം, പോലീസാണ് കൈകാര്യം, നമ്മുടെ സെക്യൂരിറ്റിക്കാർ കൈകാര്യമില്ല. കൊട്ടാരക്കരയിൽ 8 ബസ്സുകൾ ഡാമേജ് ചെയ്തു. 8 ബസ് ഡാമേജ് ചെയ്ത് ഒരു സെക്യൂരിറ്റിക്കാരനും കണ്ടില്ല. 16 സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു, 18 പേരെ കണ്ടുണ്ടായിരുന്നു, ആരും കണ്ടില്ല. അപ്പോൾ ഇവർക്ക് എന്തായിരുന്നു ജോലി? അപ്പം അത്തരത്തിലുള്ള അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കി ഇത് വൃത്തിയായിട്ട് കൊണ്ടുപോകും. പലിശ കൊടുത്ത് എല്ലാ ജീവനക്കാരും മനസ്സിലാക്കുക, പലിശ കൊടുത്ത് ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് നിങ്ങൾക്ക് 1-ാം തീയതി ശമ്പളം തരുന്നത്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഓണം നന്നായി ആഘോഷിച്ചു. മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് ചില ചെലവ് ചുരുക്കൽ നടപടികളുണ്ടാവും. ധനകാര്യ വകുപ്പ് തന്ന എല്ലാ നിർദ്ദേശവും പണം തരുമ്പോൾ ഓരോ തവണയും അവർ ധനകാര്യ മന്ത്രി അടക്കം പറയുന്നത് ചെലവ് കുറയ്ക്കും. നിങ്ങൾ എന്ത് ചെലവ് കുറച്ച് കണക്കെഴുതിക്കൊണ്ട് പ്ലാനിംഗ് ബോർഡിന് മുമ്പിൽ നമ്മൾ ചെലവ് കുറച്ച കണക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ കൈയടിക്കുകയാണ് ചെയ്തത്. പ്ലാനിംഗ് ബോർഡ് കൈയടിച്ചാണ് സ്വീകരിച്ചത് നമ്മൾ ചെയ്യുന്ന നടപടികളെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വിമർശനങ്ങൾ എനിക്ക് ആ ഒരു വിഷമവുമില്ല. അതൊക്കെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ വിമർശിക്കേണ്ടി വരും, പറയും. അത് രാഷ്ട്രീയമാണ്. അത് തെറ്റെന്താ? അത് അവർ ചെയ്യേണ്ട ജോലി തന്നെയാണ്. അതിലൊരു തെറ്റ് ഞാനായാലും പറയും. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.